ജിൻഡോ മാത്രമല്ല ഈ വീട്ടിലെ വൃത്തികേടുകൾ കാണിക്കുന്നത്. കഴിഞ്ഞ ദിവസം ജിൻഡോയെ വഴക്ക് പറയാൻ വേണ്ടി ഫുഡ് കഴിച്ച എച്ചിലുള്ള കൈ എടുത്തിട്ട് ടേബിളിൽ അടിച്ചു റസ്മിൻ. ഞാൻ എന്നിട്ട് അവളോട് പേഴ്സണലി സംസാരിച്ചു. എന്നിട്ട് പറഞ്ഞു, നീ ടീച്ചറാണ്, പുറത്തിറങ്ങി നീ സ്റ്റുഡൻസിനോട് എന്തെങ്കിലും പറയുമ്പോൾ അവര് നിന്നോട് ഇതൊക്കെ തിരിച്ചു ചോദിക്കും. വലിയ ഹൈജീൻ പറയുന്ന ആളാണെന്ന് ഓർക്കണം. ഇതൊക്കെ പുറത്തേക്ക് പോകുന്നതല്ലേ. ഇത്രയും കാര്യങ്ങൾ അൻസിബ ഇപ്പൊ ലൈവില് നമ്മുടെ മുടിയനോട് പറഞ്ഞിരുന്നു. അപ്പോ പുള്ളി പറയുന്നുണ്ട്, റസ്മിനൊക്കെ പവർ ടീമായി പോയി, ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ജയിൽ നോമിനേറ്റ് ചെയ്യുമായിരുന്നു എന്ന. എന്തൊരു വൃത്തികേടാണെന്ന് ഓർക്കണം. എച്ചിലുള്ള കൈ എടുത്തിട്ട് ടേബിളിൽ അടിക്കുന്നു. വേറുള്ളവര് കഴിക്കാനിരിക്കുന്ന ടേബിളാണ് അത്, അല്ലാതെ റസ്മിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ടേബിൾ അല്ല. ഇതൊക്കെ എടുത്തു പറഞ്ഞ് റസ്മിന് കൊടുക്കേണ്ട ഡോസ് എല്ലാം ലാലേട്ടൻ വീക്കെൻഡ് എപ്പിസോഡിൽ കൊടുക്കണം. കാരണം അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് ഒരു വിലയും കൊടുക്കാത്തൊരു കണ്ടസ്റ്റന്റ് ആണ് റസ്മിൻ. വേസ്റ്റ് എറിഞ്ഞ വീട് വൃത്തികേടാക്കുക, ഇതേപോലുള്ള വൃത്തികേടുകൾ കാണിക്കുക, ഇതേപോലെ എത്ര 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 വൃത്തികേടുകൾ റസ്മിൻ കാണിച്ചിട്ടുണ്ടാവും. വളരെ മോശമായ കാര്യങ്ങളാണ്. അൻസിബേനെ നിങ്ങൾക്ക് വേണമെങ്കിൽ പരിദൂഷണ കമ്മിറ്റി എന്ന് വിളിച്ച് ഡീഗ്രേഡ് ചെയ്യാം, പക്ഷെ ഒരിക്കലും തന്റെ ഡിഗ്നിറ്റി വിട്ട് അൻസിബ കളിച്ചിട്ടില്ല. ആ ഒരു അന്നത്തിന് വേണ്ടിയാണ് ഈ കണ്ട കോപ്രായങ്ങളെല്ലാം കാണിക്കുന്നത് എന്ന് ഓർക്കണമെന്ന് അൻസിബ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുടിയന്റെ അടുത്ത്. ആ ഒരു ബോധ്യമാണ് ആർക്കായാലും ആദ്യം വേണ്ടത്, അല്ലാതെ സ്വയം മറന്ന് ഗെയിം കളിക്കുന്നത് വിവരക്കേടാണ്. മറ്റൊരു ലൈവ് അപ്ഡേറ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.